നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 28-ാം തീയതി, അതായത് ഓഗസ്റ്റ് 28-ാം തീയതി മലയാള മാസപ്രകാരം 1200-ാം ആണ്ട് ചിങ്ങമാസം 12-ാം തീയതി ബുധനാഴ്ച. ബുധനാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. നല്ല നക്ഷത്രമാണ് മകയിരം നക്ഷത്രം. ബുധനാഴ്ച, ചിങ്ങമാസം, എല്ലാം കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അനുകൂലപ്രദമായ ഒരു മാസമാണ്, ഒരു ദിവസവും കൂടിയാണ്. ഇപ്പോൾ എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം. ഇപ്പോൾ തടസ്സമുള്ള ദിവസങ്ങളുണ്ട്, ഞാൻ തന്നെ പറയാറുണ്ട്, ഇന്ന് ഒരു കാര്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് കാര്യങ്ങളും ഇറങ്ങാം. ഇപ്പോൾ ഇറങ്ങുന്ന കാര്യം മാത്രമല്ല, എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ അത് വിജയത്തിലേക്ക് വരുന്ന കാലഘട്ടം തന്നെയാണ്. അതുപോലെ മകയിരം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ള, ചിങ്ങമാസത്തിലെ മകയിരം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഈ ഒരു വർഷം ഉള്ള ഫലമാണ് ബർത്ത്ഡേയിലൂടെ ചിന്തിക്കണേ. ഇങ്ങനെ നോക്കുമ്പോൾ ബർത്ത്ഡേ വന്നിരിക്കുകയാണ്. നമുക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും. പ്രത്യേകിച്ച് ജോലിയിൽ പുരോഗതി, ജോലിയില്ലാത്തവർക്ക് ജോലി, ബിസിനസ് തുടങ്ങാനാകുന്നവർക്ക് ബിസിനസ് ഇരിക്കുന്നവർക്ക് ബിസിനസ് പുരോഗതി, പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല വിജയം, അല്ല വിദ്യാഭ്യാസം ബ്ലോക്കായിരിക്കുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, ഉപരിപഠനത്തിന് സഹായിക്കും. ഇങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന വർഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾക്ക് സമയാനുകൂലത്തിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശക്തമായി ആ സമയത്തിൻ്റെ ഗുണം ഏറ്റുവാങ്ങണം. ഉദാഹരണം, നമ്മൾ നല്ല ഹൈവേയിൽ കയറിയിട്ട് പിന്നെ ഞാൻ നേരത്തെ 20-ലാണ് പൊയ്ക്കൊണ്ടിരുന്ന പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. ഹൈവേ കയറിയാൽ എത്ര അനുവദനീയമായ സ്പീഡുണ്ടോ ആ സ്പീഡിൽ യാത്ര ചെയ്യണം. പക്ഷേ ഗട്ടർ റോഡിലോ ചെറിയ ഹൈ റേഞ്ചിലോ കയറിയിട്ട് അവിടുത്തെ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഹൈവേയിൽ ഞാൻ 80-120 പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് എന്ന് വെച്ചിട്ട് ഇവിടെ 120 പോയി ആ കൊക്കോയിലായി പോകും. അതുപോലെ നമുക്ക് നല്ല സമയം വരുന്നു എന്ന് അറിയുമ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് കഠിനാധ്വാനം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇന്നും നിങ്ങൾക്ക് രാവുകാല സമയം നോക്കി പോകണം. ചില കാര്യങ്ങൾക്ക് ഇത്ര നല്ല ദിവസവും ചില കാര്യങ്ങൾക്ക് ചില സമയം കൊള്ളത്തില്ല. പ്രത്യേകിച്ച് രാവുകാല സമയത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ രാവുകാല സമയം വരുന്നത് 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12 മണി 26 മിനിറ്റ് തൊട്ടേ തുടങ്ങുകയുള്ളൂ. 1 മണി 57 മിനിറ്റ് വരെ ശരിക്ക് രാവുകാല സമയമുണ്ട്. ഈ സമയം യാത്രാദി കാര്യങ്ങൾ ശുഭയാത്രയ്ക്ക് കൊള്ളത്തില്ല. അതുപോലെ ഗുളികനും യമകണ്ഠനുമായിട്ട് ഈ 2 പേരായിട്ട് 3 മണിക്കൂറോളം സമയമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. ഇപ്പം പ്രകൃതിയിൽ നമ്മൾ എന്തോ പറയും, നെഗറ്റീവ് കലർത്തും. ഈ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നെഗറ്റീവായിട്ട് മാറും. ഈ സമയമാണ് ശരിക്ക് ഗുളികകാല സമയം വരുന്നത്. 10 മണി 54 മിനിറ്റ് തൊട്ട് 12 മണി 26 മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 7:51 തൊട്ട് 8:22 വരെയും 7:51 തൊട്ട് 9:21 വരെയും. ഈ 2 സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം നല്ലതിൽ നല്ലതാണ് അഭിജിത്ത്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണി 2 മിനിറ്റ് തൊട്ട് 12 മണി 50 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. എന്ത് കാര്യവും ഈ സമയത്ത് ചെയ്യാം. ഏത് മുഹൂർത്ത രാശിയും നമുക്ക് എത്ര തടസ്സം ചെയ്യുന്ന സ്ഥലത്തെയും ബ്ലോക്ക് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അഭിജിത്തിന് ശക്തിയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണം പ്രധാനമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വസ്ത്രധാരണത്തിന് പ്രാധാന്യം പ്രകൃതിയിലെല്ലാം ഉണ്ട്. ഇത് നമ്മളിലേക്ക് എത്താനുള്ള വഴി നമ്മൾ അടച്ചു കളയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രകൃതിയിൽ നിന്നുള്ളത് നമ്മളിലേക്ക് ബുധൻ്റെ അവസ്ഥ കേരളത്തിലേക്ക് തന്നെ പച്ച കളർ വസ്ത്രം ധരിക്കുക. ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ആയിട്ടോ ടോപ്പായിട്ടോ ഷാളായിട്ടോ ഏതെങ്കിലും രീതിയിൽ പച്ച കളറ് നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക, കർച്ചീപ്പായിട്ടെങ്കിലും.
ഇത് നമ്മളെ പോസിറ്റീവിനെ നമ്മളിലേക്ക് എവിടെ ഇരിക്കുന്നു അവിടത്തേക്ക് ആകർഷിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉന്മേഷവും ഉണർവും പോകുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യതയുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.